ഇതില്ലേ നല്ല വലിയ ചെമ്മീൻ കിട്ടി, വലിയ ചെമ്മീനായിരുന്നു. അപ്പോൾ അതിൻ്റെ തല മാത്രം കട്ട് ചെയ്ത് വേറെ മാറ്റിയതാണ്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് സാധാരണ ചിലർക്ക് ഇത് തിന്നു കഴിയുമ്പോൾ ഈ ചെമ്മീൻ്റെ തല ചില ആളുകൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആണ്. നമ്മൾ മാക്സിമം മല്ലിയിലയും പുതിനയിലയും ഒക്കെ എടുത്തിട്ട് ഒരു ഗ്രീൻ മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സാധാരണ ഉണ്ടാകുന്ന വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ പുതിനയും മല്ലിയും ചെല്ലുമ്പോൾ അതെല്ലാം മാറും. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മല്ലി, പുതിനയില, പിന്നെ നമ്മുടെ കറിവേപ്പില, ആ കൂട്ടത്തിൽ ഇത്രയും ചെമ്മീനാണുള്ളത്. ഇത്രയും ചെമ്മീന് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എരിവിത്തിരി കൂടുതലായിരിക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. 3 പച്ചമുളക്. ഇത്രയും സാധനം നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ എസ്പെഷ്യലി പ്രോൺസ്, ഡാർക്ക് സോസ് അല്ലെങ്കിൽ സോയാ സോസ് അത് ലേശം ഒരു 1-2 സ്പൂണ് അതൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ക്രിസ്പി, ഇത് തലയല്ലേ, അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗാർലിക്കും കൂടി ചതച്ച് ഇടുന്നുണ്ട്. ലേശം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഈ ഇതിനകത്ത് ചെമ്മീൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വയറിന് നല്ലത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് വയറിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് ചെമ്മീൻ്റെ തല തിന്നാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. കളറ് ഇത് കരിഞ്ഞതല്ല കേട്ടോ. ഇതിൻ്റെ ഈ ഗ്രീൻ മസാലയും പിന്നെ സോയാ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അത് കുറച്ചൊരു നമ്മൾ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ബ്ലാക്ക് കളറാവും. അപ്പോൾ അത് കണ്ടിട്ട് കരിഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.